ധർമ്മസ്ഥല കൊലപാതക പരമ്പര ശുചീകരണ തൊഴിലാളിയുടെ രഹസ്യമൊഴി പുറത്തായി. അന്വേഷണ ഉദ്യോഗസ്ഥരാണ് മൊഴി പുറത്തുവിട്ടതെന്നാണ് ആരോപണം. സംഭവത്തിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, കർണാടക മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകി. അതീവ ഗൌരവ സ്വഭാവമുള്ള മൊഴി പുറത്തുവിട്ട ധർമ്മസ്ഥല പോലീസിനെതിരെയാണ് പരാതി. കേസിൽ ഉൾപ്പെട്ട പ്രമുഖർ, മൃതദേഹങ്ങൾ കുഴിച്ചിട്ട സ്ഥലം, പരാതിക്കാരനെ തിരിച്ചറിയാൻ കഴിയുന്നതുൾപ്പെടെയുള്ള നിർണായക വിവരങ്ങളാണ് പുറത്തായത്. ശുചീകരണ തൊഴിലാളിയുടെ ജീവൻ അപകടത്തിൽപ്പെട്ടാൽ ധർമ്മസ്ഥല പോലീസായിരിക്കും ഉത്തരവാദിയെന്നും അഭിഭാഷകരായ ധീരജ് SJ, അനന്യ ഗൌഡ എന്നിവർ മുഖേന നൽകിയ പരാതിയിൽ പറയുന്നു. KV ബൈജു ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ബൈജു, മണ്ണിൽ പുതഞ്ഞ സത്യം അത് പുറത്തറിയേണ്ടത് അനിവാര്യമാണ്. അതിനായുള്ള ഓട്ടത്തിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസമേ. പക്ഷേ ഇവിടെ പ്രതികളാവുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെയാണോ? കാരണം ഏറ്റവും പ്രധാനമായി ഇത്ര വലിയൊരു വിവരം പുറത്ത് അറിയിച്ച ആ ഒരു ശുചീകരണ തൊഴിലാളി, അദ്ദേഹത്തിന് സംരക്ഷണം നൽകേണ്ടത് അനിവാര്യമാണ്, അദ്ദേഹത്തിന്റെ ജീവൻ സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. പക്ഷെ അതൊന്നും നടക്കുന്നില്ല എന്ന് കഴിഞ്ഞ ദിവസം വരെ നമ്മൾ റിപ്പോർട്ട് നൽകിയതാണ്. ഇവിടെയൊക്കെ ഏറ്റവും പ്രധാനമായി പ്രതികളായി നിൽക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥരാണോ? വേലി തന്നെ വിളവ് തിന്നുന്ന കാര്യമാണോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഭവ്യ, ധർമ്മസ്ഥലയിൽ നിന്നും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വരുന്ന വിവരങ്ങളെല്ലാം തന്നെ നിയമ സംവിധാനങ്ങൾ, നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുന്ന, അട്ടിമറിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. ഇതിൽ ഏറ്റവും ഒടുവിലാണിപ്പോൾ അതീവ രഹസ്യമായി നൽകിയ, അതീവ ഗൗരവമുള്ള ഒരു ഈ ശുചീകരണ തൊഴിലാളിയുടെ 164 പ്രകാരമുള്ള മൊഴി അത് പുറത്തായിരിക്കുന്നു എന്ന ഞെട്ടിപ്പിക്കുന്ന വിവരമാണ്. അതിൽ പ്രധാനമായും ഈ 100ഓളം മൃതദേഹങ്ങൾ കുഴിച്ചിട്ടതുമായി ബന്ധപ്പെട്ട് വളരെ സുപ്രധാനമായ കാര്യങ്ങളാണ് ഇദ്ദേഹം വെളിപ്പെടുത്തിയത്. അതിൽ പല മൊഴികളുണ്ട്. അതോടൊപ്പം പ്രതികളുടെ പേരുകൾ ഉൾപ്പെടെ ഇദ്ദേഹം കോടതിയിൽ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ ജീവന് വലിയ ഭീഷണിയുണ്ട്. താൻ ഏത് സമയത്തും കൊല്ലപ്പെട്ടു പോയേക്കാമെന്ന് പോലും അദ്ദേഹം ആ മൊഴിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഇരിക്കെയാണ് ഇദ്ദേഹത്തിന്റെ വ്യക്തി വിവരങ്ങൾ, ഇയാൾ ആരാണ്, പേര്, മറ്റു കാര്യങ്ങൾ, അതോടൊപ്പം ഈ മൃതദേഹങ്ങൾ കുഴിച്ചിട്ട സ്ഥലങ്ങൾ, ഏത് സമയത്ത്, ഏത് രീതിയിലുള്ള അത്തരം കാര്യങ്ങൾ, അത്തരത്തിൽ വളരെ ഗൗരവ സ്വഭാവമുള്ള അതീവ ഈ സുരക്ഷിതമായി വെക്കേണ്ട ഒരു മൊഴിയാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത്. അത് പല സോഷ്യൽ മീഡിയ, ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞു. ഏതായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, കർണാടക മുഖ്യമന്ത്രി തുടങ്ങിയ ഉൾപ്പെടെയുള്ളവർക്ക് ഇപ്പോൾ ഇവർ പരാതി നൽകിയിട്ടുണ്ട്. ഇത്തരം മാത്രമല്ല, ഇത് ഭവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ ഇതിലെ കേസിലെ ഏക സാക്ഷിയാണ്. ഈ സാക്ഷി ഇല്ലാതായാൽ ഈ കേസുകൾ മുഴുവൻ പുറത്തു വരുന്നത് ഇല്ലാതാകും. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഈ സാക്ഷിക്ക് അപകടം സംഭവിക്കുകയാണെങ്കിൽ അതിന് ഉത്തരവാദി ധർമ്മസ്ഥല പോലീസായിരിക്കുമെന്നും ഈ പരാതിയിൽ പറയുന്നുണ്ട്. ഇത് ബെൽത്തങ്ങാടി കോടതിയിൽ നൽകിയ രഹസ്യമൊഴിയാണ്. അത് പോലീസിന് കൂടുതൽ വിശദമായ അന്വേഷണം നടത്താൻ വേണ്ടി ധർമ്മസ്ഥല പോലീസിന് കൈമാറിയ മൊഴിയാണ്. അതാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത്. അതിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും കൃത്യമായി ആ രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുന്ന സാഹചര്യമുണ്ടായി. 11 മണിക്കൂറാണ് ഒരു ഓൺലൈൻ മീഡിയയിൽ, യൂട്യൂബിൽ ഇതിന്റെ രഹസ്യമൊഴിയുടെ വിശദാംശങ്ങളൊക്കെ പൊതുജനങ്ങളിലേക്ക് എത്തിയത്. അത് ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ സാക്ഷിയുടെ ജീവൻ വലിയ ഭീഷണിയിലായിരിക്കുന്നു. മാത്രമല്ല, ഇദ്ദേഹത്തിന് പോലീസ് സുരക്ഷ നൽകണമെന്ന് കോടതി നിർദ്ദേശം, അത് ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിന് സുരക്ഷ ഇതുവരെ പോലീസ് നൽകിയിട്ടില്ല. ഈ പോലീസ് സുരക്ഷ തനിക്കും തന്നെ കുടുംബത്തിനും സുരക്ഷ നൽകിയാൽ മാത്രമേ താൻ ഇതിന്റെ കാര്യങ്ങൾ വെളിപ്പെടുത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. അത് കോടതി ഉറപ്പ് നൽകി. അതിനെ തുടർന്നാണ് ഇദ്ദേഹം ഇത്തരത്തിലുള്ള മൊഴി നൽകിയത്. അതിൽ പ്രതികൾ ആരൊക്കെയാണ്, അന്ന് കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടവർ ആരൊക്കെയാണ്, അത്തരത്തിൽ നിർണായക വിവരങ്ങളുണ്ട്. ആ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത്. വലിയ തോതിലുള്ള കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായക വിവരങ്ങൾ പുറത്താകുന്ന സാഹചര്യം, ഈ വിറ്റ്നസ് പ്രൊട്ടക്ഷൻ ആക്ട് അതൊന്നും പാലിക്കപ്പെടാത്ത സാഹചര്യം, ഇങ്ങനെ ഒന്നും നടപ്പാക്കാത്ത, നമ്മൾ ഏത് നിയമ സംവിധാനത്തിലാണോ വിശ്വസിക്കുന്നത് ഒന്നും നടപ്പാകാത്ത സാഹചര്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ സ്വാഭാവികമായും ഇത്രമാത്രം നിർണായക വിവരങ്ങൾ പുറത്താകുമ്പോൾ വിരൽ ചൂണ്ടപ്പെടേണ്ടത് ഉദ്യോഗസ്ഥർക്ക് നേരെ തന്നെയല്ലേ? തീർച്ചയായും അത് ആ പരാതിയിൽ വ്യക്തമായി അവർ പറയുന്നുണ്ട്. ധർമ്മസ്ഥല പോലീസിൽ നിന്നാണ് ഇത്തരത്തിൽ പരാതി, ഈ രഹസ്യമൊഴി ചോർന്നതെന്ന കാര്യം. അതിന് ധർമ്മസ്ഥല പോലീസ് ഉത്തരവാദിയായിരിക്കും. ഏത് തരത്തിലുള്ള ഇതിൽ തുടരന്വേഷണത്തിനെ ബാധിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായാലും അത് ധർമ്മസ്ഥല പോലീസിനായിരിക്കും ഉത്തരവാദിത്തം എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അതായത് 40 വർഷമായി ഒരു പോലീസ് സംവിധാനം ഇത്തരത്തിലുള്ള പ്രതികൾക്ക് വേണ്ടി സഹായിക്കുന്നു, അതിപ്പോഴും തുടരുന്നു എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണിത്. ആ പോലീസ് സംവിധാനങ്ങളൊക്കെ വിലക്കെടുക്കുന്ന സാഹചര്യം. ഇതിൽ അന്വേഷണം ഇതുവരെ ഇവർ ആരംഭിച്ചിട്ടില്ല. ഈ മണ്ണ് കുഴിച്ച് പരിശോധന, ഒരുപാട് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്ന് പറയുന്ന സ്ഥലത്ത് പരിശോധനയ്ക്ക് പോലും തയ്യാറായിട്ടില്ല. സാക്ഷിക്ക് സുരക്ഷയില്ല.
സാക്ഷിയുടെ മൊഴി അത് പുറത്ത് പോവുക, ഈ സാക്ഷിയെ കോടതിയിൽ കൊണ്ടുവന്ന ദൃശ്യങ്ങൾ തന്നെ കണ്ടാൽ മതി. ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതിരിക്കാൻ അത്രത്തോളം ജാഗ്രതയോടുകൂടി അദ്ദേഹത്തെ കോടതിയിലെത്തിക്കുന്നു, കോടതിയിൽ മൊഴി നൽകുന്നു, തുടരന്വേഷണത്തിന് ഈ കോടതി നിർദ്ദേശം നൽകുന്നു, ഇദ്ദേഹത്തിന് സുരക്ഷ ഉറപ്പാക്കാൻ കോടതി നിർദ്ദേശം നൽകുന്നു. ഇതൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഇപ്പോൾ ധർമ്മസ്ഥലയിൽ നിന്ന് വരുന്ന ഏറ്റവും വലിയ സങ്കടകരമായ കാഴ്ച. ഒരുപാട് അമ്മമാർ, ഇത്തരത്തിൽ സഹോദരിമാർ ഒക്കെ കണ്ണീരോടെ കാത്തിരിക്കുകയാണ്. തങ്ങളുടെ മക്കളെവിടെ, തങ്ങളുടെ കുഞ്ഞുമക്കൾ എവിടെ എന്ന കാര്യത്തിൽ ഇതിൽ നീതി വേണം. തങ്ങളുടെ ഏറ്റവും ഒടുവിലായി സുജാത ഭട്ടിന്റെ പരാതി ശ്രദ്ധിച്ചാൽ കാണാം, തന്റെ കാണാതായ ഒരു മകളാണ്, മകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് അവർക്ക് ഉത്തമ ബോധ്യത്തോടുകൂടിയാണ് ആ പരാതി ഉള്ളത്. അതിൽ ഒരു അസ്ഥിയെങ്കിലും തനിക്ക് എടുത്തു തരൂ, അന്ത്യകർമ്മം ചെയ്യാൻ എന്നാണ് ആ അമ്മ ആ പരാതിയിൽ പോലും പറഞ്ഞത്. അത്തരത്തിൽ വലിയ തോതിലുള്ള സങ്കട കാഴ്ചകളാണ് ധർമ്മസ്ഥലയിൽ എങ്ങും കാണാൻ സാധിക്കുന്നത്. അതിലൊരു ഉത്തരം കിട്ടണം എന്ന് മാത്രമാണ് ആക്ഷൻ കമ്മിറ്റി ഉൾപ്പെടെ ഈ ഇരകൾ ഉൾപ്പെടെ പറയുന്നത്. പക്ഷേ ഇപ്പോഴും നമ്മുടെ നിയമ സംവിധാനങ്ങൾ, പോലീസ് ഉൾപ്പെടെയുള്ള നിയമ സംവിധാനങ്ങൾ ഈ കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളും ചെയ്യുന്നില്ല. ഏതായാലും കോടതിയിൽ വലിയ വിശ്വാസം ഇപ്പോഴും ഉണ്ട്, നീതി ലഭിക്കുമെന്ന വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് ഉൾപ്പെടെ അത്രത്തോളം ഗൗരവമുള്ള ഒരു സംഭവമായതുകൊണ്ടാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് ഉൾപ്പെടെ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. ഇന്ന് ഇത് സംബന്ധിച്ച് കോടതിയിൽ ഇതിന്റെ ഒരു നടപടിക്രമങ്ങൾ നടക്കുന്നുണ്ട്. ഏതായാലും അത് വളരെ പ്രധാനമാണ്. പോലീസിനെതിരെ രൂക്ഷമായ വിമർശനത്തിന് സാധ്യതയുണ്ട്. കാരണം ഇത്രയും ദിവസമായിട്ടും മണ്ണ് കുഴിച്ചെടുത്ത് പരിശോധന നടത്തുന്നില്ല. ആ സ്ഥലം ഏതെങ്കിലും തരത്തിൽ സുരക്ഷിതമായി വെക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. തെളിവുകൾ നശിപ്പിക്കപ്പെടാനുള്ള എല്ലാ സാധ്യതകളും ധർമ്മസ്ഥല കൊലപാതക പരമ്പര ഈ സംഭവത്തിൽ ഉണ്ട് എന്നതിനാണ് ആക്ഷൻ കമ്മിറ്റി പറയുന്നത്. ആ ഒരു ഘട്ടത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ മുൻ ജീവനക്കാരന്റെ മൊഴി, ഏക സാക്ഷിയാണ് ഇദ്ദേഹം, ഇദ്ദേഹത്തിന്റെ ജീവന്റെ അപകടത്തിലാണ്. ഇദ്ദേഹത്തിന് ഇപ്പോഴും സുരക്ഷ നൽകുന്നത് ആക്ഷൻ കമ്മിറ്റിയും ഒപ്പം അഭിഭാഷകരുമാണ്. പോലീസിന്റെ യാതൊരുവിധ സഹായവും കോടതി പറഞ്ഞിട്ടും കോടതിയുടെ ഉത്തരവിന് പുല്ലുവിലയാണ് ഇപ്പോൾ കൽപ്പിക്കുന്നത് ധർമ്മസ്ഥല പോലീസ്. എന്തായാലും പോലീസിന്റെ എതിരെ വലിയ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. ആക്ഷൻ കമ്മിറ്റി ആ രീതിയിലുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഒരുപാട് ഉത്തരങ്ങൾ കിട്ടേണ്ടതുണ്ട്. ഭവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ മണ്ണിനടിയിൽ മൂടപ്പെട്ട ഒരുപാട് രഹസ്യങ്ങളുടെ ചുരുളടിയാനുണ്ട്. അതിനുള്ള ഏക കണ്ണിയാണ് ഈ സാക്ഷി. ഈ സാക്ഷിയുടെ മൊഴിയാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത്. ഈ സാക്ഷിക്കാണ് സുരക്ഷ നൽകാതെ ഇത്തരത്തിൽ പോലീസ് ഇതിൽ ഒരു ദുരൂഹത ഉയർത്തുന്നത്. പോലീസിന്റെ ഒത്താശ ഇപ്പോഴും ഇതിലുണ്ടോ എന്ന് സംശയിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഭവ്യ, കെ വി ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്.